അധ്യാപക കൂട്ടായ്മയായ സയൻസ് ഇനിഷ്യേറ്റീവ് ഹരിപ്പാടും റേഡിയോ സയൻഷ്യയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേശീയ ശാസ്ത്ര ദിനാഘോഷ പരിപാടിയായ സ്പെക്ട്രം 2022 ശാസ്ത്ര പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിലെ രസതന്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ റസിയ ഏലിയാസ് പ്രിൻസി പൗലോസ് ടീച്ചറാണ്. ഗവേഷണ രംഗത്ത് നിരവധി അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയ ടീച്ചർ ഇൻഡസ്ട്രിയൽ കറ്റാലിസിസിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എംടെക് ബിരുദവും കാനഡയിൽ നിന്നും ഹെറ്ററോസൈക്ലിക് കാർബീൻ കോംപ്ലക്സസ് ഓഫ് നിക്കൽ ആൻഡ് പലേഡിയം എന്ന വിഷയത്തിൽ PhDയും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഹരിത രസതന്ത്രവും സുസ്ഥിര ഭാവിയും എന്ന വിഷയത്തിൽ ഇന്ന് നിങ്ങളോട് സംവദിക്കുന്നതിനായി ടീച്ചറിനെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ശാസ്ത്ര അധ്യാപക കൂട്ടായ്മയായ സയൻസ് ഇനിഷ്യേറ്റീവും റേഡിയോ സയൻഷ്യ ഹരിപ്പാട് നാഷണൽ സയൻസ് ഡേ സെലിബ്രേഷന്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിക്കുന്ന സ്പെക്ട്രം 22 എന്ന പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആദ്യമായി സംഘാടകരോട് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അവരെ അഭിനന്ദിക്കുന്നു. ഇങ്ങനത്തെ പരിപാടികൾ, ഇങ്ങനത്തെ പ്രോഗ്രാംസ് നമ്മളുടെ യൂത്തിൽ, നമ്മുടെ യുവതലമുറയിൽ സയൻസിനോടുള്ള എന്തൂസിയാസം, സയൻസിനോടുള്ള അഭിരുചി കൂട്ടാൻ സഹായം ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ഗ്രീൻ കെമിസ്ട്രി. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. കെമിസ്ട്രി എന്ന വിഷയം തന്നെ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് കെമിസ്ട്രി തിരഞ്ഞെടുക്കുമ്പോൾ കെമിസ്ട്രിയിലെ വിവിധ റിയാക്ഷൻസ്, അതിൽ വരുന്ന കെമിക്കൽ ചേഞ്ചസ്, കെമിക്കൽ റിയാക്ഷൻസിൽ വരുന്ന കളേഴ്സ്, ആ ബ്യൂട്ടിഫുൾ കളേഴ്സ് കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കെമിസ്ട്രിയോട് അട്രാക്ട് ആയിരുന്നത്, ആകർഷിക്കപ്പെടുന്നത്. പക്ഷെ കെമിസ്ട്രിയുടെ യഥാർത്ഥത്തിലുള്ള ബ്യൂട്ടി ഞാൻ അറിയുന്നത് കെമിസ്ട്രി കുറെ കൂടി മുന്നോട്ട് ചെന്ന് പഠിച്ചപ്പോഴാണ് കെമിസ്ട്രിയിലെ ആ ആക്ച്വൽ ബ്യൂട്ടി മനസ്സിലാക്കിയത്. നമ്മൾ നമ്മുടെ ചുറ്റും കാണുന്ന ലോകം, ഈ പീരിയോഡിക് ടേബിളിന്റെ എലിമെന്റ്സ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ എലിമെന്റ്സ് ഓഫ് ദ എലിമെന്റ്സ് ഇൻ ദിസ് പീരിയോഡിക് ടേബിൾ. നമ്മുടെ ചുറ്റും കാണുന്ന ലോകം ഈ എലിമെന്റ്സിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വെറും ഈ നമ്മളുടെ ചുറ്റും കാണുന്ന ലോകം പീരിയോഡിക് ടേബിളിലെ ഈ എലിമെന്റ്സിൽ നിന്നാണ് കംപ്രൈസ് ചെയ്തിരിക്കുന്നത്. എവറിഥിങ് അറൗണ്ട് us is made up of the elements that we see in the periodic table. ഈ പീരിയോഡിക് ടേബിളിൽ കാണുന്ന എലിമെന്റ്സിന്റെ ചില പ്രത്യേക അറേഞ്ച്മെന്റ്സ്, നമ്മൾ ചില പ്രത്യേക രീതിയിൽ, ചില പ്രത്യേക ഫാഷനിൽ നമ്മൾ ഈ പീരിയോഡിക് ടേബിളിലുള്ള എലിമെന്റ്സിനെ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള കോമ്പൗണ്ട്സ്, പലതരത്തിലുള്ള മോളിക്യൂൾസ്, പലതരത്തിലുള്ള കെമിക്കൽസ് കിട്ടുന്നു. ഒരേപോലത്തെ ഉള്ള എലിമെന്റ്സ്, ഒരേപോലത്തെ എലിമെന്റ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഡിഫറെന്റ് രീതിയിൽ, പല പല രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ദ സെയിം എലിമെന്റ്സ് നമുക്ക് പല പല രീതിയിലുള്ള പല കെമിക്കൽസ് ആണ് തരുന്നത്. സെയിം എലിമെന്റ്സിൽ നിന്ന് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കെമിക്കൽസ് കിട്ടുന്നു. സെയിം എലിമെന്റ്സിനെ നമ്മൾ ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സിൽ, ഡിഫറെന്റ് ഫാഷനിൽ അറേഞ്ച് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാവുന്ന കെമിക്കൽസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, വ്യത്യസ്തമായ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, വ്യത്യസ്തമായ കെമിക്കൽ പ്രോപ്പർട്ടീസ്, അതിന്റെ വ്യത്യസ്തമായ ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. സോ സെയിം എലിമെന്റ്സ് ഇഫ് വി അറേഞ്ച് ഇൻ ഡിഫറെന്റ് വേ, ഡിഫറെന്റ് ഫാഷൻ, വി ഗെറ്റ് ഡിഫറെന്റ് കോമ്പൗണ്ട്സ് വിത്ത് ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ്. കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻസ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആസ്പെക്ട്സിലും ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അത് ഫാർമസ്യൂട്ടിക്കൽ മെഡിസിൻസ് ആയിക്കോട്ടെ, അഗ്രികൾച്ചർ ആയിക്കോട്ടെ, ഫുഡ് കെമിസ്ട്രി ആയിക്കോട്ടെ, ഫ്യൂൽ ആയിക്കോട്ടെ, ഇന്ധനം, എനർജി, ക്ലെൻസിങ് മെറ്റീരിയൽസ് ഇൻ ആ ഡേ ടു ഡേ ലൈഫ്, ക്ലീനിങ് ഏജൻറ്റ്സ്, കോസ്മെറ്റിക്സ് ആയിക്കോട്ടെ, നമ്മുടെ സെൽഫ് ഹൈജീൻ പ്രോഡക്ട്സ് ആയിക്കോട്ടെ, ടെക്സ്റ്റൈൽസ് ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആസ്പെക്ട്സിലും കെമിസ്ട്രിയുടെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഇമ്പാക്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണുന്നു. കെമിസ്ട്രി ഹാസ് ആൻ ഇമ്പാക്ട് ഓൺ എവറി ആസ്പെക്ട് ഓഫ് അവർ ലൈഫ്. അപ്പോൾ കെമിസ്ട്രി നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ലൈഫ് കംഫർട്ടബിൾ ആക്കാൻ
സഹായിക്കുന്നു. പക്ഷെ അതേസമയം കെമിസ്ട്രിയും കെമിക്കൽസിന്റെ ചില വികൃത രൂപങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ചില കേസസിൽ ഈ കെമിക്കൽസിന്റെ ഈ ഡിസ്ട്രക്റ്റീവ് നേച്ചർ നമ്മൾ മാൻമെയ്ഡ് ആയിരിക്കാം. ചില കേസസിൽ അറിഞ്ഞോ അറിയാതെ സംഭവിക്കുന്ന കെയർലെസ്നെസ് കൊണ്ടായിരിക്കാം. ഹിരോഷിമയിലും നാഗാസാക്കിയിലും നമ്മൾ കണ്ടത് മനഃപൂർവം മനുഷ്യന്റെ മാൻമെയ്ഡ് ആയിട്ടുള്ള ഈ എലിമെന്റ്സ് കൊണ്ടുള്ള അതിന്റെ ഡിസ്ട്രക്റ്റീവ് പവറിനെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്ട്രക്റ്റീവ് നേച്ചർ ആയിരുന്നു എലിമെന്റ്സിന്റെ. അതുപോലെ 1984 ഭോപ്പാൽ ഗ്യാസ് ദുരന്തം നടന്നത് അതും മനുഷ്യന്റെ കെയർലെസ്നെസ് കൊണ്ടായിരുന്നു. 1969 യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി ഭോപ്പാലില് 7 എന്ന പെസ്റ്റിസൈഡ് ഫോർമുലേഷൻ ഉണ്ടാക്കാനായിട്ട് ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്നത് ഭോപ്പാലില്. ഈ 7 അല്ലെങ്കിൽ ഈ കാർബറിൽ എന്ന ഈ കോമ്പൗണ്ട് ഉണ്ടാക്കാനായിട്ട് നാഫ്തോളും മീഥൈൽ ഐസോസൈനേറ്റും തമ്മിലുള്ള റിയാക്ഷൻ വഴിയാണ് നമ്മൾ ഈ കാർബറിൽ അവിടെ ഉണ്ടാക്കിയിരുന്നത്. ഈ മീഥൈൽ കാർബറിൽ ഉണ്ടാക്കാനായിട്ടുള്ള മീഥൈൽ ഐസോസൈനേറ്റിന്റെ ഒരു പ്ലാന്റ് 10 വർഷം കഴിഞ്ഞ് 1979 അവിടെ തന്നെ ഭോപ്പാലില് മീഥൈൽ ഐസോസൈനേറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാന്റ് അവിടെ സ്ഥാപിക്കുന്നത്. മീഥൈൽ ഐസോസൈനേറ്റ് ഉണ്ടാക്കുന്നത് മീഥൈൽ അമീനും ഫോസ്ഗീൻ ഗ്യാസും റിയാക്ട് ചെയ്തിട്ടായിരുന്നു മീഥൈൽ ഐസോസൈനേറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ 1980s ചില എക്കണോമിക് റീസൺസ് കാരണം ഈ പെസ്റ്റിസൈഡിന്റെ ഡിമാൻഡ് വേൾഡ് വൈഡ് കുറഞ്ഞപ്പോൾ ഈ മീഥൈൽ ഐസോസൈനേറ്റിന്റെ ഒരു എക്സസീവ് അമൗണ്ട് അവിടെ കെട്ടിക്കിടന്നു ഭോപ്പാലിൽ. അപ്പം ഈ കെട്ടിക്കിടന്നിരുന്ന മീഥൈൽ ഐസോസൈനേറ്റ് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന മീഥൈൽ ഐസോസൈനേറ്റിനെ പ്രോപ്പർ സേഫ്റ്റി പ്രോട്ടോകോൾസ് പാലിക്കാണ്ട് അവിടുത്തെ ലീക്കിംഗ് പൈപ്പ് ലൈൻസും മാൽഫങ്ഷനിങ് വാൽവ്സ് കാരണം ഈ മീഥൈൽ ഐസോസൈനേറ്റ് ഒരു ഡിസംബർ 2, 1984 ലീക്ക് ചെയ്ത് സ്ലോലി അവിടെ ചുറ്റും താമസിച്ചിരുന്ന ആൾക്കാർ ശ്വസിക്കുന്നു. thousands and thousands കാഷ്വാലിറ്റീസ് ആണ് ഇത് കാരണം ഉണ്ടാവുന്നത്. thousands of death. ഇത് ലോകത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ ആയിട്ടാണ് കാണുന്നത്. മീഥൈൽ ഐസോസൈനേറ്റ് ആയിരുന്നു അവിടുത്തെ വില്ലൻ. അപ്പം ഇത് ശരിക്കും അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു ദുരന്തമായിരുന്നു. കുറച്ചുകൂടി കെയർഫുൾ ആയിരുന്നെങ്കിൽ, സേഫ്റ്റി പ്രോട്ടോകോൾസ് കുറേയും കൂടി നമ്മൾ പാലിച്ചിരുന്നെങ്കിൽ. അതേപോലെ കാസർഗോഡില് എൻഡോസൾഫാൻ, നമുക്കെല്ലാം അറിയാവുന്ന ഒരു ട്രാജഡിയാണ് എൻഡോസൾഫാൻ എന്ന പെസ്റ്റിസൈഡ് 1954 ഡെവലപ്പ് ചെയ്യുന്നത്. കേരളത്തിൽ കാഷ്യൂ പ്ലാന്റേഷൻസിൽ ധാരാളം പെസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് കുറെ വർഷത്തോളം 10-25 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഏരിയൽ സ്പ്രേയിങ്ങും മാനുവൽ സ്പ്രേയിങ് വഴി ഉപയോഗിച്ചിരുന്ന ഒരു പെസ്റ്റിസൈഡാണ്. പക്ഷെ സ്ലോലി ഗ്രാജുവലി അവിടുത്തെ ആൾക്കാരിൽ അത് ഉപയോഗിച്ചിരുന്ന അവിടുത്തെ ലോക്കൽസിൽ ചില ഹെൽത്ത് ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്യുന്നു. അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബർത്ത് ഡിഫക്ട്സും ഡെവലപ്മെന്റ് ഡിസോർഡേഴ്സും ക്യാൻസർ എന്ന രോഗങ്ങളും കാണപ്പെട്ടു വരുന്നത് ആ സമയത്താണ്. അപ്പോഴാണ് 2005 കേരള എൻഡോസൾഫാന്റെ പ്രൊഡക്ഷനും അതിന്റെ മാനുഫാക്ചറും അതിന്റെ യൂസും ഒക്കെ ബാൻ ചെയ്യുന്നത് 2005. ഇതിന്റെ എൻഡോസൾഫാന്റെ ഗ്ലോബൽ ബാൻ 2011 വരുന്നത്. 2011 അതിന്റെ മാനുഫാക്ചറും അതിന്റെ യൂസും അതിന്റെ പ്രൊഡക്ഷനും അതിന്റെ ഡിസ്ട്രിബ്യൂഷനും എല്ലാം തന്നെ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ വഴി ഇത് ബാൻ ചെയ്യുന്നു, ഗ്ലോബലി ബാൻ ചെയ്യുന്നു. അതേപോലെ ബെയ്റൂട്ടിൽ ഈ അടുത്ത് നടന്ന 2020 നടന്ന ബെയ്റൂട്ട് എക്സ്പ്ലോഷൻ, ലെബനോണില് അമോണിയം നൈട്രേറ്റ് നമുക്കറിയാം വളരെ നല്ല ഒരു പെസ്റ്റിസൈഡ് ആണ്. അതുപോലെ ഒരു ഫെർട്ടിലൈസറും അമോണിയം നൈട്രേറ്റ് നമുക്കറിയാം വളരെ നല്ലൊരു ഫെർട്ടിലൈസർ ആണ്, നൈട്രോജൻ റിച്ച് കണ്ടെയ്നിങ് ഫെർട്ടിലൈസർ ആണ്. അതേസമയം എക്സ്പ്ലോസീവ്സ് ഉണ്ടാക്കാനും അമോണിയം നൈട്രേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അമോണിയം നൈട്രേറ്റ് ഒരു ഷിപ്പിൽ നിന്ന് കോൺഫിസ്കേറ്റ് ചെയ്ത് ഒരു വെയർ ഹൗസിൽ അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നു.
ഈ വെയർ ഹൗസിൽ തീ ഒരു ഫയർ ഉണ്ടായിട്ട് ഈ ഏകദേശം ഈ വെയർ ഹൗസിൽ ബിക്കോസ് ഓഫ് എ ഫയർ ഈ അമോണിയം നൈട്രേറ്റ് തീ പിടിച്ച് ബിഗ് എക്സ്പ്ലോഷൻസ് ആണ് അവിടെ നടന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ നോൺ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ആയിട്ടാണ് കാണുന്നത്. ഇതേപോലെ ചെർണോബിൽ ന്യൂക്ലിയർ ഡിസാസ്റ്റർ 1986 നടന്ന ചെർണോബിൽ ന്യൂക്ലിയർ ഡിസാസ്റ്റർ, ദിസ് ഈസ് ഓൾസോ കൺസിഡേർഡ് വേൾഡിലെ വേസ്റ്റ് ന്യൂക്ലിയർ ഡിസാസ്റ്റർ ആയിട്ടാണ്. അതിൽ അന്ന് ഈ പല തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഡിസ്പോസ് ചെയ്യും into the environment. അവിടെ 30 കിലോമീറ്റർ ചുറ്റളവിൽ ഇവാക്യുവേഷൻ മനുഷ്യരെ ഇവാക്യുവേറ്റ് ചെയ്യുന്നു, അവരുടെ വീടുകളിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുന്നു. ഹിരോഷിമയും നാഗാസാക്കി റിലീസ് ചെയ്തേക്കാളും 400 മടങ്ങ് കൂടുതൽ ന്യൂക്ലിയർ മെറ്റീരിയൽ ആണ് അന്ന് അവിടെ റിലീസായി എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പം ഇതും ഒരു വൺ ഓഫ് ദ വേസ്റ്റ് ന്യൂക്ലിയർ ഡിസാസ്റ്റേഴ്സ് ആണ്. അതേപോലെ ലവ് കനാൽ എപ്പിസോഡിനെ കുറിച്ച് നമുക്കറിയാം. US വില്യം ലവ് എന്ന അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു ലോവർ നയഗ്ര ഫോൾസും അപ്പർ നയഗ്രനെ കണക്ട് ചെയ്തിട്ട് ഒരു കനാൽ ഉണ്ടാക്കാമെന്ന്. പക്ഷെ ബിക്കോസ് ഓഫ് എക്കണോമിക് റീസൺ ഇതിന്റെ പണി നടക്കാണ്ടിരിക്കുന്നു. ഈ കനാൽ ഏരിയ പിന്നെ ഡംപിംഗ് ഗ്രൗണ്ട് ആയിട്ടാണ്. അവിടുത്തെ മുനിസിപ്പൽ വേസ്റ്റ് ഡംപ് ചെയ്യാനും അവിടുത്തെ ചില കെമിക്കൽ കമ്പനീസിന്റെ വേസ്റ്റ് ഡംപ് ചെയ്യാനാണ് ഈ കനാൽ ഉപയോഗിച്ച് പിന്നീട് വരുന്നത്. കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ഏരിയയിൽ സ്കൂളുകളും ഹൗസിംഗ് കോളനീസും ഡെവലപ്പായി വരുന്നു. പക്ഷെ സ്ലോലി അവിടുത്തെ കുട്ടികളിൽ ചില ശാരീരികമായ പ്രശ്നങ്ങൾ കണ്ടുവരുന്നു. അപ്പോഴാണ് പണ്ട് അവിടെ ഡംപ് ചെയ്ത വേസ്റ്റ് മെറ്റീരിയൽസ്, ഡേഞ്ചറസ് ആയിട്ടുള്ള കെമിക്കൽസിന്റെ സ്ലോലി റിലീസ് ചെയ്തിട്ട് എൻവയറമെന്റിനെ പൊല്യൂട്ട് ചെയ്ത കാര്യം അവിടുത്തെ ആൾക്കാർ അറിയുന്നതും. അത് ലവ് കനാൽ. അടുത്തത് മിനമാറ്റ ഡിസീസ്. ജപ്പാനിലുള്ള ചിസോ കെമിക്കൽ കമ്പനി വർഷങ്ങളിൽ ഫോർ ഓവർ എ പീരിയഡ് ഓഫ് ഇയേഴ്സ് അവിടുത്തെ കെമിക്കൽ വേസ്റ്റ് മിനമാട്ട ബേയിൽ ഡംപ് ചെയ്യുന്നു. ഈ മെയിനായിട്ട് ഈ വേസ്റ്റിലുള്ള ഇനോർഗാനിക് മെർക്കുറി അവിടെ ചില മൈക്രോ ഓർഗാനിസംസ്, ഈ ബേയിലുള്ള ചില മൈക്രോ ഓർഗാനിസംസ് അതിനെ ഈ ഓർഗാനിക് മെർക്കുറിയായി മാറ്റുന്നു. ഈ ഓർഗാനിക് മെർക്കുറി കാരണം അവിടുത്തെ ലോക്കൽസിൽ ഓർഗാനിക് മെർക്കുറി പോയിസണിങ്ങും അവിടുത്തെ ഫിഷ് അക്വാട്ടിക് ലൈഫിനെയൊക്കെ ഇത് ബാധിക്കുന്നു. മിനമാട്ട ഡിസീസ് 1956 മെർക്കുറി പോയിസണിങ്ങിന്റെ ഒരു സ്ട്രൈക്കിംഗ് എക്സാമ്പിൾ ആണ്. അപ്പം ഈ എല്ലാം സംഭവങ്ങളുടെ ഇടയ്ക്കാണ് ഗ്രീൻ കെമിസ്ട്രി എന്ന ഒരു ശാഖ വളരുന്നത്. 1962 റേച്ചൽ കാഴ്സൺ സൈലന്റ് സ്പ്രിംഗ് എന്ന ഒരു പുസ്തകം എഴുതുന്നു. ഈ പുസ്തകം എഴുതാനുള്ള ആ ഒരു മോട്ടിവേഷൻ എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ റേച്ചലിന്റെ സുഹൃത്തായ ഓൾഗ ബോസ്റ്റൺ ഹെറാൾഡ് എഡിറ്ററിന് ഒരു ലെറ്റർ അയക്കുന്നു. ഓൾഗയുടെ പ്രോപ്പർട്ടിക്ക് ചുറ്റും ബേർഡ്സിന്റെ ഡെത്തും, പക്ഷികൾ മരണപ്പെടുന്നു. DDT പോലെയുള്ള പെസ്റ്റിസൈഡ്സിന്റെ ഇഫക്റ്റ് കാരണമാണ് ഈ പക്ഷികളുടെ മരണം എന്ന് ഓൾഗ അവിടെ ആ ലെറ്ററിൽ കൂടെ പറയുന്നു. ഇതിന്റെ ഒരു കോപ്പി ഓൾഗ റേച്ചൽ കാഴ്സണും അയക്കുന്നു. റേച്ചൽ കാഴ്സൺ ഇത് വായിച്ചിട്ട് 4 വർഷത്തോളം പിന്നീടുള്ള 4 വർഷം DDT പോലെയുള്ള പെസ്റ്റിസൈഡ്സിന്റെ ഹാംഫുൾ എഫക്ട്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത 4 വർഷം ഉപയോഗിക്കുന്നു. ആ 4 വർഷത്തിന്റെ അവസാനമാണ് സൈലന്റ് സ്പ്രിംഗ് എന്ന ഈ പുസ്തകം എഴുതുന്നത്. ഈ പുസ്തകം എഴുതിയതോടുകൂടി അവിടുത്തെ മേജർ കെമിക്കൽ കമ്പനീസ് റേച്ചലിന് അഗൻസ്റ്റ് ആയിട്ട് വരുന്നു. എന്നാൽ പോലും ഈ പുസ്തകം ബിക്കംസ് എ റീസൺ അവിടുത്തെ പബ്ലിക്കിൽ ഒരു അവയർനെസ്, എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ
എൻവയറമെന്റൽ പൊല്യൂഷനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നു ഈ പുസ്തകം. ആൻഡ് ദിസ് ലീഡ്സ് ടു ദ ക്രിയേഷൻ ഓഫ് US എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി EPA. ഈ ഏജൻസി ആദ്യം എടുക്കുന്ന ഒരു മേജർ ഡിസിഷൻ ആണ് DDT പോലെയുള്ള അതർ പെസ്റ്റിസൈഡ്സിനെ ബാൻ ചെയ്യാൻ. 1990 പൊല്യൂഷൻ പ്രിവെൻഷൻ ആക്ട് കംസ് ഇൻ ടു ആക്ഷൻ ഇൻ US. അതായത് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാണ്ട് പൊല്യൂഷനെ ആദ്യമേ തന്നെ സ്റ്റോപ്പ് ക്രിയേറ്റിംഗ് പൊല്യൂഷൻ റാദർ ദെൻ പൊല്യൂഷൻ ഉണ്ടാക്കിയ ശേഷം ക്രിയേറ്റ് ചെയ്ത ശേഷം അതിനെ റെമഡിയേഷൻ കണ്ടുപിടിക്കുന്നേക്കാളും ഭേദമാണ് സ്റ്റോപ്പ് പൊല്യൂഷൻ റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. 1991 ഈ എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി നാഷണൽ സയൻസ് ഫൗണ്ടേഷന്റെ സഹായത്തോടു കൂടി റിസർച്ച് ഗ്രാന്റ്സ്, റിസർച്ച് പദ്ധതികൾ, റിസർച്ച് ഫണ്ട് ചെയ്യുന്നു. ഗ്രീൻ കെമിസ്ട്രിയിൽ, അതായത് എൻവയറമെന്റലി ഫ്രണ്ട്ലി കെമിസ്ട്രിയിൽ റിസർച്ച് ഫണ്ട് ചെയ്യുന്നു. 1996 പ്രസിഡൻഷ്യൽ ഗ്രീൻ കെമിസ്ട്രി ചാലഞ്ച് അവാർഡ്സ് സ്ഥാപിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ മീറ്റിംഗ്സും കെമിസ്റ്റ് തമ്മിലുള്ള സംഭാഷണങ്ങളും ഇന്റർനാഷണൽ കോൺഫറൻസസും such as the Gordon Research Conferences in green chemistry, ഇതുപോലെയുള്ള ഇന്റർനാഷണൽ മീറ്റിംഗ്സ് വർദ്ധിക്കുന്നു. രാഷ്ട്രങ്ങൾ തമ്മിൽ ഗ്രീൻ കെമിസ്ട്രി നെറ്റ്വർക്ക്സ് ഡെവലപ്പ് ആകുന്നു. റോയൽ സൊസൈറ്റി കെമിസ്ട്രി 1999 ഗ്രീൻ കെമിസ്ട്രി എന്ന ജേർണൽ പ്രസിദ്ധീകരിക്കുന്നു, ലോഞ്ച് ചെയ്യുന്നു ഗ്രീൻ കെമിസ്ട്രി എന്ന ജേർണൽ. അപ്പോൾ എന്താണ് ഈ ഗ്രീൻ കെമിസ്ട്രി? Green chemistry is sustainable chemistry, environmentally friendly chemistry. നമ്മൾ ഒരു കെമിക്കൽ കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഒരു കെമിക്കൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിൻ്റെ റോ മെറ്റീരിയൽസ് തൊട്ട് അതിൻ്റെ പ്രോസസ്സിങ്ങും അതിൽ നിന്നുണ്ടാവുന്ന ബൈ പ്രോഡക്ട്സ്, അതിൻ്റെ കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ അനാലിസിസ് സ്റ്റഡി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു സ്ട്രീം ഓഫ് കെമിസ്ട്രിയാണ് ഗ്രീൻ കെമിസ്ട്രി. നമ്മൾ കെമിസ്ട്രി ചെയ്യുമ്പോൾ, വെൻ വി ഡു കെമിസ്ട്രി, നമ്മൾ ഹ്യൂമൻ സേഫ്റ്റി, എൻവയറമെന്റൽ സേഫ്റ്റി, എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ, ഇതൊക്കെ നമ്മളുടെ മനസ്സിൽ വേണം എന്ന് ഒരു അവയർനെസ് തരുന്ന ഒരു ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രിയാണ് ഗ്രീൻ കെമിസ്ട്രി. 1998 ഗ്രീൻ കെമിസ്ട്രിയുടെ 12 പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി പോൾ അനസ്താസ് ആൻഡ് ജോൺ വേർണറും പബ്ലിഷ് ചെയ്യുന്നു 1998. നമുക്ക് ഈ 12 പ്രിൻസിപ്പിൾസ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഗ്രീൻ കെമിസ്ട്രിയുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ പ്രിവെന്റ് വേസ്റ്റ്. വേസ്റ്റ് ഉണ്ടായ ശേഷം അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതിനെ എങ്ങനെ ക്ലീൻ ചെയ്യണം എന്ന് ചിന്തിക്കാതെ ആദ്യമേ തന്നെ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം, വേസ്റ്റ് പ്രൊഡക്ഷൻ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, ആദ്യമേ തന്നെ എങ്ങനെ പൊല്യൂഷൻ ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യാം, പൊല്യൂഷൻ ഉണ്ടായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ എങ്ങനെ നമുക്ക് സോഴ്സിൽ തന്നെ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഒരു കെമിക്കൽ പ്രോസസ്സിന്റെ സ്റ്റാർട്ടിങ് വിത്ത് ദ റോ മെറ്റീരിയൽസ്, നമ്മൾ ചൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസിന്റെ ഇന്റലിജന്റ് ചോയ്സും ഇന്റലിജന്റ് ആ പ്രോസസ്സിന്റെ ഡിസൈൻ വെച്ച് നമുക്ക് എങ്ങനെ വേസ്റ്റിനെ മിനിമൈസ് ചെയ്യാം, അല്ലെങ്കിൽ അറ്റ് ദ ബെസ്റ്റ് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാം എന്ന ഒരു ചിന്തയാണ് ഈ ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ വരുന്നത്. നമ്മൾ എങ്ങനെ ഒരു കെമിക്കൽ സിന്തസിസ് പെർഫെക്റ്റ് ആയിട്ട് ടു പ്രിവെന്റ് വേസ്റ്റ് ഫോർമേഷൻ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണിത്. ഇതിൽ ചില ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ, എൻവയറമെന്റ് ഇമ്പാക്ട് ഫാക്ടർ, അതായത് ഇ ഫാക്ടർ എന്ന ടേം. ഇത് നമ്മൾ 1 കിലോ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ എത്ര കിലോ വേസ്റ്റ് ആണ് അതോടൊപ്പം തന്നെ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ 1 യൂണിറ്റ് മാസ് പ്രോഡക്റ്റ് ഉണ്ടാവുമ്പോൾ അതോടൊപ്പം തന്നെ എത്ര യൂണിറ്റ് മാസസ് ഓഫ് വേസ്റ്റ് ഇസ് ബീങ് പ്രൊഡ്യൂസ്ഡ്, അതിന്റെ ഒരു ഐഡിയ തരുന്ന ഒരു നമ്പറാണ് എൻവയറമെന്റ് ഇമ്പാക്ട് ഫാക്ടർ. അതുപോലെ തന്നെ പ്രോസസ് മാസ് ഇന്റൻസിറ്റി. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരു വെയിറ്റ് API, ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് നമ്മൾ സിന്തസൈസ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ എത്ര
എത്ര മെറ്റീരിയൽസ് സ്റ്റാർട്ടിങ് ഫ്രോം ദ ഓർഗാനിക് സോൾവെന്റ്സ്, നമ്മൾ ആ പ്രോസസ്സിന് ഉപയോഗിക്കുന്ന ഓർഗാനിക് സോൾവെന്റ്സ്, റോ മെറ്റീരിയൽസ്, റിയേജൻസ് എല്ലാം കൂട്ടി ഹൗ മച്ച് വെയിറ്റ് ഓഫ് മെറ്റീരിയൽ വി യൂസ് per unit weight of the active pharmaceutical ingredient. അതിനെക്കുറിച്ച് ഒരു ഐഡിയ തരുന്ന നമ്പറാണ് പ്രോസസ് മാസ് ഇന്റൻസിറ്റി. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലാണ് ഇത് ധാരാളം യൂസ് ചെയ്ത് വരുന്നത്. ഇതിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിളിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇഥിലീൻ ഓക്സൈഡിന്റെ പ്രിപ്പറേഷൻ. ട്രഡീഷണലി ഇഥിലീൻ ഓക്സൈഡ് ഉണ്ടാക്കുന്നത് രണ്ട് സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഫസ്റ്റ് സ്റ്റെപ്പില് ഇഥിലീൻ, ക്ലോറിൻ ആൻഡ് വാട്ടർ ചേർന്ന് ക്ലോറോഹൈഡ്രീനും ഹൈഡ്രോക്ലോറിക് ആസിഡ് തരുന്നു. ഈ ക്ലോറോഹൈഡ്രീൻ ആണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇഥിലീൻ ഓക്സൈഡും കാൽഷ്യം ക്ലോറൈഡ് എന്ന സൈഡ് പ്രോഡക്റ്റ്, ബൈ പ്രോഡക്റ്റ്, ആവശ്യമില്ലാത്ത പ്രോഡക്റ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ ഇഫ് വി കാൽക്കുലേറ്റ് ദ ഇ ഫാക്ടർ, അതായത് ഒരു യൂണിറ്റ് മാസ് ഇഥിലീൻ ഓക്സൈഡ് ഉണ്ടാക്കാൻ എത്ര amount of starting materials, raw materials നമ്മൾ റിയേജൻസ് ഉപയോഗിച്ചെന്ന് നോക്കുമ്പോൾ ഈ ഫാക്ടർ 5 ആണ്. 5 ഇരട്ടി. For every 1 kilogram of the product നമ്മൾ ഉണ്ടാക്കുന്നത് 5 kilogram of waste materials ആണ്, waste products ആണ്. പക്ഷെ ഗ്രീൻ കെമിസ്ട്രി പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ റൂട്ട് ഫോർ ഇഥിലീൻ ഓക്സൈഡ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റി. Direct ethylene plus oxygen reaction can give us ethylene oxide in the presence of a catalyst. And the E factor here is 0.3. നമുക്ക് E factor വളരെ അധികം ചുരുക്കാൻ, ഡിക്രീസ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഈ ഫാക്ടർ നന്നായി ഡിക്രീസ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഗ്രീൻ കെമിസ്ട്രി. ഈ പ്രിൻസിപ്പിൾ നമ്മൾ പ്രിവെൻഷൻ ഓഫ് വേസ്റ്റ് എന്ന ഈ ഫസ്റ്റ് പ്രിൻസിപ്പിളിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ നമ്മുടെ ചുറ്റും കാണുന്ന ജലാശയങ്ങളും നമ്മുടെ ചുറ്റും കാണുന്ന ലാൻഡ് ഫിൽസ് ഒക്കെ നോക്കിയാൽ അവിടെ എത്രമാത്രം വേസ്റ്റ് കുന്നുകൂട്ടി കിടക്കുന്നു. നമ്മുടെ ജലാശയങ്ങളെ പൊല്യൂട്ട് ചെയ്യുന്നതും നമ്മുടെ ലാൻഡിനെ, നമ്മുടെ സോയിലിനെയൊക്കെ പൊല്യൂട്ട് ചെയ്തിരിക്കുന്നത് ഈ വേസ്റ്റുകളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ഫസ്റ്റ് പ്രിൻസിപ്പിളിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ശരിക്കും മനസ്സിലാക്കാം. ഇൻഡസ്ട്രീസിൽ മാത്രമല്ല, നമ്മൾ നമ്മുടെ ലബോറട്ടറീസിൽ നമ്മൾ റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ, കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ, നമ്മൾ നമ്മുടെ റിസർച്ചിൽ നിന്ന് ഉണ്ടാവുന്ന വേസ്റ്റ്, ഓർഗാനിക് വേസ്റ്റ് ആയിക്കോട്ടെ, മെറ്റൽ വേസ്റ്റ് ആയിക്കോട്ടെ, അത് നമ്മൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നു. നമ്മുടെ ക്ലാസ് മുറികളിൽ തന്നെ ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടതാണ് കുട്ടികൾക്ക്. നമ്മൾ ഓർഗാനിക് വേസ്റ്റിനെ സെഗ്രിഗേറ്റ് ചെയ്യണം, അതിനെ ക്ലോറിനേറ്റഡും നോൺ ക്ലോറിനേറ്റഡ് വേസ്റ്റ് ആയിട്ട് സെപ്പറേറ്റ്. ക്ലോറിൻ ഇസ് എ ഹാർംഫുൾ കെമിക്കൽ, സോ ക്ലോറിനേറ്റഡ് കോമ്പൗണ്ട്സ് ആർ ക്വൈറ്റ് ഹാർംഫുൾ. അപ്പൊ അതിനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യണം. അതുപോലെ എക്വസ് വേസ്റ്റിനെ സെപ്പറേറ്റ് സ്റ്റോർ ചെയ്യണം, സോളിഡ് വേസ്റ്റിനെ, മെറ്റൽ വേസ്റ്റിനെ വേറെ, ഗ്ലാസ് വെയർസ്, ബ്രോക്കൺ ഗ്ലാസ് വെയർസ്, ഷാർപ്പീസ്, ഇതിനൊക്കെ സെപ്പറേറ്റ്ലി നമ്മൾ സ്റ്റോർ ചെയ്യണം. ഇതിനൊക്കെ ഇഫക്റ്റീവായിട്ട് എങ്ങനെ ഡിസ്പോസ് ചെയ്യാം എന്ന ഒരു ട്രെയിനിങ് നമ്മുടെ സ്കൂൾ തലങ്ങളിൽ തന്നെ കൊടുക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ കുട്ടികളിൽ. ഈ പലപ്പോഴും നമ്മൾ ലാബുകളിൽ ഡിസ്പോസ് ചെയ്യുന്ന രീതികൾ അത്ര ശരിയായ രീതികളിലല്ല നമ്മൾ ഈ കെമിക്കൽസ്, ഹാർംഫുൾ കെമിക്കൽസിനെ ഡിസ്പോസ് ചെയ്യുന്നത്. വേസ്റ്റ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പൊ ഇവിടെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഫേവേർഡ് ഓപ്ഷൻ പ്രിവെന്റ് വേസ്റ്റ്. നമുക്ക് വേസ്റ്റിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. പ്രിവെന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെ, അറ്റ്ലീസ്റ്റ് മിനിമൈസ് ചെയ്യാം വേസ്റ്റ് പ്രൊഡക്ഷൻ. വേസ്റ്റ് ഉണ്ടാവുന്നത് നമുക്ക് ഏതൊക്കെ ഡിസൈൻ വഴി നമ്മുടെ റിയാക്ഷൻസിനെ എങ്ങനെയൊക്കെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം, വേസ്റ്റിനെ മിനിമൈസ് ചെയ്യാൻ, അത് ആലോചിക്കാം. അല്ലെങ്കിൽ പിന്നെ ഈ വേസ്റ്റിന് റീയൂസ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാൻ കുറിച്ച് ആലോചിക്കാം. ഈ വേസ്റ്റിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റുമോ, എനർജി റിക്കവർ ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റിയില്ലെങ്കിലാണ് ഫൈനലി വി ഷുഡ് തിങ്ക് അബൌട്ട് പ്രോപ്പർ മെത്തേഡ്, എങ്ങനെ ഈ വേസ്റ്റിനെ എഫക്റ്റീവ്ലി നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. സോ ദ ഡിസ്പോസൽ ഇസ് ദ ലാസ്റ്റ് ഓപ്ഷൻ, ദ ലീസ്റ്റ് ഫേവേർഡ് ഓപ്ഷൻ. പ്രിവെൻഷനും മിനിമൈസേഷനും റീയൂസും റീസൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞു വരുന്നതാണ്, പിന്നീടാണ് നമ്മുടെ ഡിസ്പോസൽ. അപ്പൊ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക്
എങ്ങനെ നമുക്ക് വേസ്റ്റ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, ഹൗ ക്യാൻ വി പ്രിവെന്റ് വേസ്റ്റ്, അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. സെക്കൻഡ് പ്രിൻസിപ്പിൾ ടോക്സ് അബൌട്ട് ആറ്റം എക്കോണമി. ആറ്റം എക്കോണമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ദ മാസ് ഓഫ് ഡിസൈർഡ് പ്രോഡക്റ്റ് ടു ദ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസ്. നമ്മൾ എത്ര കിലോഗ്രാം ഓഫ് റിയാക്ടൻസ് ഉപയോഗിക്കുന്നു, അതിൽ നിന്ന് എത്ര കിലോഗ്രാം ഓഫ് ദ ഡിസൈർഡ് പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നു. So how much desired product do we get from the total mass of the reactants? അതിനെ കുറിച്ച് ഒരു ഐഡിയ തരുന്ന ഒരു ഫാക്ടറാണ്, ഒരു നമ്പറാണ് ആറ്റം എക്കോണമി എന്ന്. സോ നമ്മൾ മാക്സിമം ആറ്റം എക്കോണമി 100% ആറ്റം എക്കോണമി കിട്ടിയാൽ അത്രയും നല്ലത്. സോ നമ്മുടെ റിയാക്ഷൻസ് വി ഹാവ് ടു ഡിസൈൻ സോ ദാറ്റ് നമുക്ക് മാക്സിമം 100% അല്ലെങ്കിൽ 100%ന്റെ അടുത്ത് എത്തുന്ന രീതിയിൽ ആറ്റം എക്കോണമി കിട്ടുന്ന രീതിയിൽ വേണം നമ്മളുടെ റിയാക്ഷൻസും നമ്മളുടെ പ്രോസസ്സസും ഒക്കെ ഡിസൈൻ ചെയ്യാൻ. അപ്പം വി ക്യാൻ മിനിമൈസ് നമ്മുടെ റിയാക്ടന്റ് വേസ്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റും. അപ്പം ആറ്റം എക്കോണമിയുടെ പെർസ്പെക്റ്റീവ് നിന്ന് നോക്കിയാൽ അഡിഷൻ റിയാക്ഷൻസ് അല്ലെങ്കിൽ റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻസ് ആണ് ഏറ്റവും എക്കോണമിക് ആയിട്ടുള്ള റിയാക്ഷൻസ്. കാരണം അവിടെ ഒരു വേസ്റ്റും, atoms are not wasted, there is no waste of atoms. All the atoms from the reactants നമുക്ക് നമ്മുടെ പ്രോഡക്ട്സിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതേസമയം എലിമിനേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നോക്കുമ്പോൾ അത് അത്രയ്ക്ക് അങ്ങ് എക്കണോമിക് ആയിട്ടുള്ള റിയാക്ഷൻസ് അല്ല. കാരണം അവിടെ വേസ്റ്റ് ഉണ്ടാവുന്നു, എലിമിനേഷൻ നടക്കുമ്പോൾ വേസ്റ്റ് വരുന്നു, എലിമിനേറ്റഡ് പ്രോഡക്ട്സ്. അപ്പം ആറ്റം എക്കോണമി ഒരു important principle and second principle of green. Now, so how to design reactions with maximum atom economy? അതിന്റെ ചില എക്സാമ്പിൾസ് നമുക്ക് കാണാം. ഇവിടെ രണ്ട് റിയാക്ഷൻസ് തന്നിട്ടുണ്ട് ഞാൻ. The first one is Grignard reaction. Grignard reaction നമ്മളൊരു ആൽക്കൈൽ അരീൽ മെഗ്നീഷ്യം ബ്രോമൈഡ് ആണ് ഗ്രിഗ്നാർഡ് റിയാക്ഷനിൽ നമ്മൾ ഒരു റിയേജന്റ് ആയിട്ട് എടുക്കുന്നത്. പക്ഷെ ഈ റിയേജന്റിലെ ഈ മെഗ്നീഷ്യമോ ഈ ഹാലൈഡോ ഒന്നും പ്രോഡക്റ്റിൽ വരുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നില്ല. ഈ മെഗ്നീഷ്യം ആൻഡ് ബ്രോമൈഡ് നമ്മുടെ പ്രോഡക്റ്റിൽ എങ്ങും തന്നെ വരുന്നില്ല. അപ്പൊ ഇതിന്റെ ആറ്റം എക്കോണമി നമ്മൾ നോക്കുമ്പോൾ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ റിയാക്ടൻസ് വിച്ച് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ പ്രോഡക്ട്സ് നമ്മൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 50%, 44% ഇതിൽ ആറ്റം എക്കോണമി നമുക്ക് കിട്ടുന്നത്. അതേസമയം ഡീൽ ആൽഡേഴ്സ് പോലത്തെയുള്ള റിയാക്ഷനുകളായിരിക്കും ആണെങ്കിലോ, ഹിയർ യു സീ ഓൾ ദ olefin, diolefin, all the product, all the reactant നമ്മുടെ പ്രോഡക്റ്റിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യും. 100% ആയിട്ട് ആറ്റം എക്കോണമി ആണ് ഈ ഡീൽസ് ആൽഡർ റിയാക്ഷനിൽ നമുക്ക് കിട്ടുന്നത്. സോ ഡീൽസ് ആൽഡർ റിയാക്ഷൻ from the perspective of green chemistry വളരെ efficient ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് when you compare it with Grignard reaction. When you think about atom economy, green chemistryയുടെ third principle ആണ് സിന്തസിസിനെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു third principle. How can we design synthesis which will produce minimum products or side products which are less toxic? How can we design synthesis using less toxic starting materials? How can we design a safe, a less toxic organic synthesis? So ഇതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ BPA when reacted with phosgene, ഫോസ്ഗീനും ഫിനോൾ എ തമ്മിലുള്ള റിയാക്ഷൻ നമുക്ക് പോളികാർബണേറ്റ്സ് തരുന്നു. സോ ദിസ് ഇസ് ട്രഡീഷണൽ വാസ് വൺ ഓഫ് ദ മെത്തേഡ്സ് ഓഫ് സിന്തസൈസിങ് പോളികാർബണേറ്റ്സ്, ബിസ്ഫിനോൾ എയും ഫോസ്ഗീനും. പക്ഷേ അതേസമയം ബിസ്ഫിനോൾ എ കാർബണേറ്റ് വഴി പോവുകയാണെങ്കിൽ, ഇഫ് ബിസ്ഫിനൈൽ എ we can get polycarbonate by reacting it with diphenyl carbonate. So if you look at these two reactions, the first reaction നമ്മൾ ഫോസ്ഗീൻ എന്ന ഒരു poisonous gas ഉപയോഗിക്കുന്നു. At the same time second reaction ആ toxic ആയിട്ട് ഫോസ്ഗീന്റെ ഉപയോഗം ഇല്ലാണ്ടാക്കുന്നു. So it is the second reaction very safe reaction ആണ്. From a green chemistry perspective, reaction is much more safe. So same product ആണ്. First reaction ഈ ബിസ്ഫിനോൾ എ ഫോസ്ഗീനും പോളികാർബണേറ്റ് തരുന്നു.
ബിസ്ഫീനോൾ എ ഡൈഫീനോൾ കാർബണേറ്റും പോളികാർബണേറ്റും രണ്ടും കാറ്റലിറ്റിക് റിയാക്ഷൻസ് ആണ്. പക്ഷെ എന്താ സെക്കൻഡ് റിയാക്ഷൻ ഫോസ്ഗീൻ എന്ന ഈ പോയിസണസ് ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ് ഉപയോഗം ഇല്ലാണ്ടാക്കാൻ സാധിക്കും. The fourth principle of green chemistry is about designing safe chemicals. എങ്ങനെ നമുക്ക് കെമിക്കൽസ് സേഫ് ആയിട്ടുള്ള കെമിക്കൽസ് ഡിസൈൻ ചെയ്യാൻ പറ്റും? ഹൗ ക്യാൻ വി മേക്ക് സേഫ് കെമിക്കൽ പ്രോഡക്ട്സ്? അതിന്റെ ആ കെമിക്കൽസിന്റെ ഫങ്ഷനിൽ ഒട്ടും കുറവ് വരുത്താൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ആസ് എഫിഷ്യൻറ്റ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് നോട്ട് ബി ആസ് ടോക്സിക്. അതിന്റെ ടോക്സിസിറ്റി റിഡ്യൂസ് ചെയ്തിട്ട് അതിന്റെ എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്തിട്ട് കെമിക്കൽ പ്രോഡക്ട്സ് ഡിസൈൻ ചെയ്യാം. അപ്പൊ ഇതിന്റെ ചില എക്സാമ്പിൾസ് ആണ്. നമ്മളിപ്പം കുറേ കൂടി ഗ്രീനർ പെയിന്റ്സ് നമ്മൾ കാണുന്നു. വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇല്ലാണ്ട്, അല്ലെങ്കിൽ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ഉപയോഗം കുറച്ച് വി ക്യാൻ ഹാവ് ഗ്രീൻ പെയിന്റ്സ് നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ ഗ്രീനർ ആന്റി ഫൗളിംഗ് ഏജൻസ് നമ്മുടെ ഷിപ്പിന്റെ ഹള്ളില് ചിലപ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസ് പറ്റിപ്പിടിച്ച് പായലും പൂപ്പിലൊക്കെ ഈ ഷിപ്പിംഗ് ബോട്ടിന്റെ അടിയിൽ പറ്റിപ്പിടിച്ച് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ഫ്രിക്ഷൻ കാരണം എഫിഷ്യൻസി കുറയുന്ന മോർ ഫ്യൂൽ ഇസ് നീഡഡ് ഇൻ ദാറ്റ് കേസ്. സോ ആ സമയത്ത് നമ്മൾ ഈ ഹല്ലിൽ പെയിന്റ് ചെയ്യുന്ന പെയിന്റിന്റെ കൂടെ ആന്റി ഫൗളിംഗ് ഏജൻസ് മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പൊ ക്ലാസിക്കലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ട്രൈബ്യൂട്ടൈൽ ടിൻ ഓക്സൈഡ് ആണ്. ട്രൈബ്യൂട്ടൈൽ ടിൻ ഓക്സൈഡിന്റെ പക്ഷെ ഇറ്റ്സ് എൻ ഓർഗാനോ ടിൻ കോമ്പൗണ്ട്. ഇറ്റ് ഈസ് ടോക്സിക്, ബയോ അക്യുമുലേറ്റീവ് ആണ്. ഇത് അന്തരീക്ഷത്തിൽ അത് മറൈൻ അക്വാട്ടിക് ലൈഫ് ബയോഡിഗ്രേഡബിൾ അല്ല. മറൈൻ അക്വാട്ടിക് ലൈഫിനെ വളരെ ഹാംഫുൾ ആയിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു കെമിക്കലാണ്, ബയോ അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. അപ്പൊ ഇതിന്റെ ഒരു പരിഹാരമായിട്ട് ഡെവലപ്പ് ചെയ്തതാണ് ഈ C9 ട്രേഡ് മാർക്കുള്ള ഈ ഒരു കെമിക്കൽ. ആൻഡ് ഈ C9 is easily biodegradable. It is not very toxic, and it is completely environment friendly ആയിട്ടുള്ള ഒരു കെമിക്കലാണ്. സോ ദിസ് ഇസ് ഒരു നല്ലൊരു എക്സാമ്പിൾ ആണ് ഹൗ കെമിസ്ട്രി ക്യാൻ ബി യൂസ്, ഹൗ ഗ്രീൻ കെമിസ്ട്രി പ്രിൻസിപ്പിൾ ടു ഡിസൈൻ സേഫ് കെമിക്കൽസിനെ നമുക്ക് നമ്മുടെ ഉപയോഗത്തിനായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് പോസിബിൾ. അപ്പൊ സേഫ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് നല്ലതാണ്. സോ ദിസ് ഇസ് an example of how we can design safe chemicals. അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ നമ്മൾ ഉപയോഗിക്കുന്ന സോൾവെന്റ്സിനെ കുറിച്ചാണ്. കെമിസ്ട്രിയിൽ ധാരാളം, എസ്പെഷ്യലി ഓർഗാനിക് സിന്തസിസിൽ നമ്മൾ ധാരാളം ഓർഗാനിക് സോൾവെന്റ്സ് ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പം ഈ സോൾവെന്റ്സ് എങ്ങനെ സേഫ് ആയിട്ടുള്ള സേഫർ സോൾവെന്റ് ഓൾട്ടർനേറ്റീവ്സിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. മിക്ക സോൾവെന്റ്സും ഓർഗാനിക് സോൾവെന്റ്സ് പെട്രോളിയം ബേസ്ഡ് സോൾവെന്റ്സ് ആണ്. കാർസിനോജനിക് ആണ്, ഫ്ലാമബിൾ ആണ്, അങ്ങനത്തെ പല പ്രശ്നങ്ങളുള്ള സോൾവെന്റ്സ് ആണ്. അപ്പം and most of the solvents 50 to 80% നമ്മുടെ ഈ സോൾവെന്റ്സിന്റെ നമ്മുടെ ഈ കെമിക്കൽ റിയാക്ഷന്റെ മാസ് ഇസ് ദ സോൾവെന്റ് മാസ്. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിൽ ഗ്രീൻ കെമിസ്ട്രി, ഹൗ ക്യാൻ വി അവോയ്ഡ് ദ യൂസ് ഓഫ് സച്ച് toxic solvents, how can we find a replacement for these solvents, how can we have safer alternatives? അപ്പം പല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് ഇഫ് യു ക്യാൻ ഡു കെമിസ്ട്രി ഇൻ വാട്ടർ, ദർ ഇസ് നത്തിങ് ലൈക്ക് ദാറ്റ്. നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസ് ഈ ഓർഗാനിക് സോൾവെന്റ്സിനെ അപേക്ഷിച്ച് അതേ റിയാക്ഷൻസ് നമുക്ക് വാട്ടറിൽ ഡിസൈൻ ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലത്. ഓർ നമുക്ക് അയണിക് ലിക്വിഡ്സ് പോലത്തെയുള്ള ഗ്രീനർ സോൾവെന്റ്സിലേക്ക് പോകാം. സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡയോക്സൈഡ്, ബയോ സോൾവെന്റ്സ്, ഓർഗാനിക് കാർബണേറ്റ്സ് പോലെ ഉള്ള ഓൾട്ടർനേറ്റീവ്സിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അപ്പം ഈ സ്പെഷ്യലി വാട്ടറും കാർബൺ ഡയോക്സൈഡ് ഒക്കെ ആവുമ്പോൾ, സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡയോക്സൈഡ് ഒക്കെ ആവുമ്പോൾ കംപ്ലീറ്റ്ലി നോൺ ഫ്ലാമബിൾ, ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഇസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. അപ്പൊ അതിന്റെ ഒരു ഗുഡ് ആപ്ലിക്കേഷൻ ആയിട്ടും കൺവേർട്ടിംഗ് ഇറ്റ് ടു സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡയോക്സൈഡ് ഇസ് എ വെരി ഗുഡ് ആപ്ലിക്കേഷൻ ഓഫ് റീസൈക്ലിംഗ് കാർബൺ ഡയോക്സൈഡ്. പിന്നെ another example was by the company Bayer
വാട്ടർ ബേസ്ഡ് പോളിയൂറിത്തൈൻ കോട്ടിങ്സ് മാർക്കറ്റിൽ കൊണ്ടുവന്നു. നേരത്തെ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ബേസ് ചെയ്തിട്ടുള്ള പോളിയൂറിത്തൈൻ കോട്ടിങ്സ് ആയിരുന്നു. അത് മാറ്റി വാട്ടർ ബേസ്ഡ് പോളിയൂറിത്തൈൻ കോട്ടിങ്സിനെ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി. ആറാമത്തെ പ്രിൻസിപ്പിൾ ഗ്രീൻ കെമിസ്ട്രിയുടെ എനർജി എഫിഷ്യൻസിയെ കുറിച്ചാണ്. എങ്ങനെ നമുക്ക് നമ്മുടെ കെമിക്കൽ പ്രോസസ്സസിനെ എനർജി എഫിഷ്യന്റ് ആക്കാം. നമ്മുടെ മിക്ക കെമിക്കൽ പ്രോസസ്സസ് ഒന്നെങ്കിൽ ഹൈ ടെമ്പറേച്ചറോ ഹൈ പ്രഷേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന പ്രോസസ്സുകളാണ്. ഈ കെമിക്കൽ പ്രോസസ്സുകളൊക്കെ നമുക്ക് ആംബിയന്റ് കണ്ടീഷൻസിൽ, റൂം ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിലൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലതായിരിക്കും. അതേസമയം വി ക്യാൻ ഓൾസോ യൂസ് മൈക്രോവേവ് അസിസ്റ്റഡ് സിന്തസിസ്, മൈക്രോവേവ് എനർജി, ലൈറ്റ് എനർജി ഒക്കെ ഉപയോഗിച്ച് നമുക്ക് റിയാക്ഷൻസ് ചെയ്യാൻ പറ്റിയാൽ കെമിക്കൽ പ്രോസസ്സസിൽ എനർജി എഫിഷ്യന്റ് ആക്കാൻ പറ്റും. Some of the other examples, hydrogen fuel cells, biofuels. Biofuels is another excellent example of switching from petroleum-based fuels to sustainable source of fuel, catalytic reagents, reactions. ഇതൊക്കെ നമുക്ക് ഒരു പ്രോസസ്സിന്റെ എനർജി എഫിഷ്യൻസി കൂട്ടാൻ പറ്റുന്ന ഘടകങ്ങളാണ്. Some other sources, alternative energy, ചില other sources, solar energy, wind energy, hydrothermal, geothermal, biomasses are some of the alternative energy sources. ഏഴാമത്തെ പ്രിൻസിപ്പിൾ ഗ്രീൻ കെമിസ്ട്രിയിലെ 7th പ്രിൻസിപ്പിൾ ആണ് റിന്യൂവബിൾ ഫീഡ് സ്റ്റോക്സ്. നമ്മുടെ റിയാക്ഷൻസിലും നമ്മുടെ കെമിക്കൽ പ്രോസസ്സിലും ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ, ഫീഡ് സ്റ്റോക്കുകൾ റിന്യൂവബിൾ ആയാൽ, rather than petroleum based ആവാണ്ട് renewable feedstocks നമുക്ക് എടുക്കാൻ പറ്റിയാൽ, either in the form of biomass. Biomass is an excellent raw material, കാരണം sustainable ആണ്, നമുക്ക് cheap ആണ്, abundant ആണ്, ലിഗ്നോസെല്ലുലോസ് ആയാലും. അപ്പൊ അങ്ങനത്തെ ബയോമാസുകൾ. So option for using renewable ആയിട്ടുള്ള feedstocks. So we can move on to some of the biofuels, biodiesels. We can get biodiesel, plant oil, algae നിന്നൊക്കെ biodiesel extract ചെയ്യാം. ബയോഎഥനോളും ബയോബ്യൂട്ടനോൾ, ലിഗ്നോസെല്ലുലോസും ഷുഗേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടും. പ്ലാസ്റ്റിക്സ്, ഫോംസ്, തെർമോസെറ്റ്സ് ഫ്രം ലിഗ്നിൻ കണ്ടന്റ് ഓഫ് ലിഗ്നോസെല്ലുലോസ് ആൻഡ് പ്ലാന്റ് ഓയിൽസ്. ഓൾസോ ചിക്കൻ ഫെദേഴ്സിൽ നിന്ന് ഇലക്ട്രോണിക് മെറ്റീരിയൽസ് വരെ, ട്രാൻസിസ്റ്റേഴ്സ് വരെ ഉണ്ടാക്കുന്ന ചില പബ്ലിക്കേഷൻസ് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പം റിന്യൂവബിൾ ഫീഡ് സ്റ്റോക്സ് is the 7th principle. Using feedstock or raw material which is sustainable is a very practical aspect green chemistry. Renewable energy ne kurichu samsarikkumbol nammade ഈയിടെ ഡോക്ടർ ജോൺ എബ്രഹാം ചിക്കൻ വേസ്റ്റിൽ നിന്ന് ബയോഡീസൽ ഉണ്ടാക്കിയത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം. ഇങ്ങനെ ചിക്കൻ വേസ്റ്റ് ആഫ്റ്റർ ഫുഡ്, ചിക്കനിൽ നിന്ന് ഉള്ള വേസ്റ്റ്, നോൺ എഡിബിൾ ആയിട്ടുള്ള ആ വേസ്റ്റ് നമുക്ക് ബയോഡീസൽ ആക്കി മാറ്റാം എന്ന ഒരു എക്സാമ്പിൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്, നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ. ബയോഫ്യൂസിന്റെ ചില എക്സാമ്പിൾസ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. ബയോഎഥനോൾ, ബയോഡീസൽ, ഗ്രീൻ ഡീസൽ, ബയോഗ്യാസ്, ബയോഹൈഡ്രജൻ, ബയോക്രൂഡ്. These are all renewable from renewable feedstocks, from bioresources. But these are all excellent examples of principle 7 of green chemistry. ബയോഫ്യൂലിന്റെ റിന്യൂവബിൾ മാത്രമല്ല, ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ റൈസിംഗ് ഫ്യൂൾ പ്രൈസസും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളും, അപ്പൊ ഈ മോണോപ്പൊളി, ഓരോ രാജ്യത്തിന്റെ മോണോപ്പൊളി റിഡ്യൂസ് ചെയ്യാനും അതാത് കൺട്രിയിലുള്ള ബയോമാസസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ നമ്മുടെ ഫ്യൂൾ നീഡ്സിനെ മീറ്റ് ചെയ്താൽ it will reduce the monopoly of certain countries. എക്കണോമിനെ സ്റ്റെബിലൈസ് ചെയ്യാനും, എംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യാനും, അഗ്രികൾച്ചറിനെ സപ്പോർട്ട് ചെയ്യാനും, ക്ലീൻ ഫ്യൂൾസും ഉണ്ടാക്കാനും ഒക്കെ ഇത് സഹായകരമായി ആകുന്നു. കാർബൺ ന്യൂട്രൽ പ്രോസസ്സസ് ഉണ്ട്, എൻവയറമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോസസ്സസ്.
ഇപ്പോൾ കൂടുതൽ നമ്മൾ കാണുന്നത് സെക്കൻഡ് ജനറേഷൻ ബയോ റിഫൈനറീസിന്റെ ഒരു കോൺസെപ്റ്റ്സ് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ ബയോഫ്യൂൾസ് എന്ന് പറഞ്ഞാൽ കോണും എഡിബിൾ ആയിട്ടുള്ള എഡിബിൾ ഫീഡ് സ്റ്റോക്സ്. പക്ഷെ പിന്നീട് ഫുഡ് വേഴ്സസ് ഫ്യൂൾ കോൺട്രവേഴ്സി വന്നപ്പോഴാണ് നമ്മൾ സെക്കൻഡ് ജനറേഷൻ, അതായത് നോൺ എഡിബിൾ ആയിട്ടുള്ള ബയോമാസ്, ഫോർ എക്സാമ്പിൾ ലിഗ്നോസെല്ലുലോസിക് ബയോമാസിലേക്ക് നമ്മളിപ്പം മാറിയിരിക്കുന്നത്. സോ കൂടുതൽ ഇമ്പോർട്ടൻസ് സെക്കൻഡ് ജനറേഷൻ ലിഗ്നോസെല്ലുലോസിക് ബയോമാസിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ ഈ ലിഗ്നോസെല്ലുലോസിക് ബയോമാസിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള പെട്രോളിയം പ്രോഡക്ട്സ് തന്നെ പാരലൽ ആയിട്ടുള്ള ബയോഫ്യൂൾസും പ്ലാറ്റ്ഫോം കെമിക്കൽസും ബയോമെറ്റീരിയൽസും ഒക്കെ നമുക്ക് സിന്തസൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി ഉള്ള കാലഘട്ടം ഈ സെക്കൻഡ് ജനറേഷൻ ബയോഫ്യൂൾസിൽ ഒത്തിരി സാധ്യതകൾ നമുക്ക് ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ നമുക്ക് പ്രിൻസിപ്പിൾ റിഡക്ഷൻ ഓഫ് ഡെറിവേറ്റീവ് പ്രോസസ് എത്ര മിനിമം സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റും, എത്ര മിനിമം റിയേജൻസ് ഉപയോഗിച്ചിട്ട് അതിന്റെ ഡെറിവേറ്റീവ്സ് എത്രത്തോളം മിനിമൈസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ആ പ്രോസസ്സ് ഗ്രീൻ ആയിരിക്കും. സോ അൺനെസസറി ആയിട്ടുള്ള ബ്ലോക്കിംഗ് ഗ്രൂപ്പ്സും അൺനെസസറി ആയിട്ടുള്ള പ്രൊട്ടക്ടിങ് സ്റ്റെപ്സും ഡീപ്രൊട്ടക്ഷൻ സ്റ്റെപ്സും നമുക്കൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റിയാൽ അത്രയ്ക്ക് എഫിഷ്യന്റ് ആയിരിക്കും ആ പ്രോസസ്സ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണുന്നത്. പെൻസിലിന്റെ ഒരു സിന്തസിസ്, സെമി സിന്തറ്റിക് പെൻസിലിന്റെ സിന്തസിസ്. ഇവിടെ നമുക്ക് ഈ ഒരു റൂട്ട് എടുക്കാം. പെൻസിലിൻ ജിയിൽ നിന്ന് പ്രോഡക്റ്റ് 1ലേക്ക്, പിന്നെ 6 APA അങ്ങനെ പോവാം. അല്ലെങ്കിൽ നേരിട്ട് പെൻസിലിൻ ജിന്ന് 6 APA പോകാം. അപ്പം ഒരു അൺനെസസറി സ്റ്റെപ്പ് നമുക്ക് അവിടെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പ്രിവെന്റ് the use of unnecessary chemicals. We can make the process economic ആക്കാൻ പറ്റും, വേസ്റ്റ് മെറ്റീരിയൽ റിഡക്ഷൻ ചെയ്യാൻ പറ്റും, അൺനെസസറി റിയേജൻസിനെ യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റും, ലെസ് എക്സ്പെൻസീവ് ആയിരിക്കും, മോർ എക്കണോമിക് ആയിരിക്കും ഇങ്ങനത്തെ റിയാക്ഷൻസ്. സോ എത്രത്തോളം നമുക്ക് ഒരു റിയാക്ഷനിൽ റിയേജൻസ് അൺനെസസറി റിയേജൻസിന്റെ യൂസിനെ കുറയ്ക്കാൻ പറ്റും അത്രത്തോളം ഗ്രീനർ ആയിരിക്കും ആ റിയാക്ഷൻ, അത്രത്തോളം എഫിഷ്യന്റ് ആയിരിക്കും ആ റിയാക്ഷൻ. 9ാമത്തെ പ്രിൻസിപ്പിൾ, ഗ്രീൻ കെമിസ്ട്രിയുടെ 9ാമത്തെ പ്രിൻസിപ്പിൾ കെറ്റാലിസിസിനെ കുറിച്ചാണ്. കാറ്റലിറ്റിക് റിയാക്ഷൻസ് എപ്പോഴും സ്റ്റോയിഷ്യോമെട്രിക് റിയാക്ഷൻസിനേക്കാളും എഫിഷ്യന്റ് ആണ്. കാരണം ഇപ്പം ഇവിടെ 2 എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് എക്സാമ്പിൾ ഒരു സ്റ്റോയിഷ്യോമെട്രിക് amount ഓഫ് ഡൈഐസോബ്യൂട്ടിൽ അലുമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്, ഡൈബാരേജ്. ഇവിടെ നമുക്ക് ഈ ഡൈഐസോബ്യൂട്ടിൽ അലുമിനിയം പ്രോഡക്റ്റിൽ വരുന്നില്ല. ഇറ്റ് ഈസ് ആക്ച്വലി എ വേസ്റ്റ് പ്രോഡക്റ്റ്. ഇക്വലന്റ് amount ഓഫ് വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു റിയാക്ഷനിൽ. അതേസമയം സെക്കൻഡ് റിയാക്ഷനിൽ നമ്മൾ നോക്കുമ്പോഴോ അവിടെ നമ്മൾ കാറ്റലിറ്റിക് amount ഓഫ് റുത്തീനിയം ബൈനാപ്പ് കാറ്റലിസ്റ്റ് ഉപയോഗിച്ചിട്ട് ഹൈഡ്രജൻ അവരുടെ റിയേജന്റ്. അവിടെ there is no waste is not generated in this step. So the catalytic reaction avoids generation of waste, whereas in the first step stoichiometric reactions ആണ്, stoichiometric reaction ആണ് ഇവിടെ നമുക്ക് വേസ്റ്റ് ജനറേഷൻ നടക്കുന്നത്. സോ കാറ്റലിറ്റിക് റിയാക്ഷൻസ് എപ്പോഴും സ്റ്റോയിഷ്യോമെട്രിക് റിയാക്ഷൻസിനേക്കാളും മോർ എക്കണോമിക് ആയിരിക്കും. അപ്പൊ ഇത് 9th പ്രിൻസിപ്പിൾ ആണ്. കെറ്റാലിസിന് 2005 ഗ്രീൻ കെമിസ്ട്രിയുടെ ഒരു വിജയം നമുക്ക് പറയാം. ഗ്രീൻ ഷവിൻ, ഗ്രബ്സും ഷ്രോക്കിനും മെറ്റാത്തസിസ്, ഒലിഫിൻ മെറ്റാത്തസിസ് കാറ്റലിറ്റിക് റിയാക്ഷൻ ഒരു നൊബൽ സമ്മാനം 2005 കിട്ടിയിരുന്നു. അപ്പൊ ഈ മെറ്റാത്തസിസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ യു ഹാവ് 2 olefins and in the presence of a catalyst ഈ 2 olefins-ഉം it is like 2 couples, they are exchanging their partners. അപ്പൊ ഈ ഒരു പാർട്ട് ഈ ഒലിഫിന്റെ റിയാക്ഷൻ കഴിയുമ്പോൾ ഈ സെക്കൻഡ് ഒലിഫിനോട് അറ്റാച്ച് ചെയ്യും, സെക്കൻഡ് ഒലിഫിന്റെ ഒരു ഹാഫ് ഫസ്റ്റ് ഒലിഫിനെ അറ്റാച്ച് ചെയ്യും. സോ ഇറ്റ്സ് ലൈക്ക് എ ഡാൻസിങ് കപ്പിൾ എക്സ്ചേഞ്ചിങ് പാർട്ട്നേഴ്സ്. സോ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ റിയാക്ഷന് ഇതിന് ഈ കാറ്റലിറ്റിക്, ബിക്കോസ് ദർ ഇസ് നോ വേസ്റ്റ് ജനറേറ്റഡ് ഹിയർ, ഈ റിയാക്ഷന് 2005 നൊബൽ സമ്മാനം ലഭിച്ചിരുന്നു. അപ്പോൾ catalytic reactions is an excellent example for in which green chemistry principles can be seen.
10ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഡിസൈനിങ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഡിസൈനിങ് പ്രോസസ്സസ് ഡിസൈനിങ് കോമ്പൗണ്ട്സ് വിച്ച് ആർ ബയോഡിഗ്രേഡബിൾ. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ്, ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ലൈഫ് സൈക്കിൾ അനാലിസിസ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഇത് റൈറ്റ് ഫ്രം ദ ബിഗിനിങ്, ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ഇതിന്റെ ഉപയോഗം കഴിഞ്ഞ് ഇത് പിന്നീട് ഡിസ്കാർഡ് ചെയ്യുമ്പോൾ ഇത് പ്രകൃതിയിൽ ബയോഡിഗ്രേഡ് ചെയ്യൂ, ഓർ വിൽ ഇറ്റ് പെർസിസ്റ്റ് ഇൻ ദ എൻവയറമെന്റ്, ഇത് ബയോ അക്യുമുലേറ്റ് ചെയ്യൂ, ഇത് ഒരു ഭാരമായി നാളെ പ്രകൃതിയിൽ ഇങ്ങനെ കിടക്കൂ എന്നുള്ള ഒരു അനാലിറ്റിക്കൽ സ്റ്റഡി നമ്മൾ ചെയ്യുന്നത് അത്യാവശ്യമാണ്. What is the degradation scheme? What is the degradation product? നമ്മൾ ഒരു പുതിയ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കുമ്പോൾ അത് ഫൈനലി എങ്ങനെയാണ് ഡീഗ്രേഡ് ചെയ്ത് പോകുന്നതിനെ കുറിച്ചുള്ള നല്ലൊരു ധാരണ നമ്മൾ ഉണ്ടാവണം. അപ്പൊ അങ്ങനെ വേണം നമ്മൾ നമ്മുടെ പ്രോഡക്ട്സിനെ ഡിസൈൻ ചെയ്യാൻ. We have to design products which are not persistent, which are not bioaccumulative, not toxic in nature. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റിന്റെ ഡിസൈനിൽ തന്നെ ബയോഡിഗ്രേഡേഷനും, അത് ഹൈഡ്രോളിസിസ് വഴി നാളെ ഡിഗ്രേഡ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ ഫോട്ടോളിസിസ് വഴി ഡിഗ്രേഡ് ചെയ്ത് പോകണം എന്നുള്ള ഒരു കമ്പോണൻസ് നമ്മൾ നമ്മുടെ ആ പ്രോഡക്റ്റ് ഡിസൈനിൽ കൊണ്ടുവരണം. ബയോഡിഗ്രേഡബിലിറ്റി സ്റ്റഡീസ് ചെയ്യണം. അപ്പൊ ഇങ്ങനത്തെ പല കാര്യങ്ങളും 10ാമത്തെ പ്രിൻസിപ്പിളിലാണ് വരുന്നത്. ആ ഒരു പ്രോഡക്റ്റിന്റെ ഡീഗ്രഡേഷനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി അത്യാവശ്യമായിട്ട് ചെയ്തിരിക്കേണ്ടതാണ് ഒരു പുതിയ പ്രോഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ. അതിന്റെ ഒരു എക്സലന്റ് എക്സാമ്പിൾ നമുക്ക് ഇവിടെ കാണാം. നമ്മുടെ ഡിറ്റർജൻസ്, ആദ്യം ഉള്ള ഡിറ്റർജൻസ് ബ്രാഞ്ച്ഡ് ചെയിൻ ഹൈഡ്രോകാർബൺസ് ആയിരുന്നു. അപ്പൊ സോഡിയം ബെൻസീൻ സൾഫോനേറ്റ്സ് ഡിസൈൻ ചെയ്തിരുന്നത് ബ്രാഞ്ച്ഡ് ചെയിൻ ഹൈഡ്രോകാർബൺസ്. ഇത് അത്ര ബയോഡിഗ്രേഡബിൾ അല്ലായിരുന്നു, പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ആയിരുന്നു. അപ്പൊ ഇതിനെ മാറ്റി ലീനിയർ ചെയിൻ ആക്കിയപ്പോഴത്തേക്കും ഇത് കുറേം കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിറ്റർജൻസ് ആയി മാറി, കുറേം കൂടി ബയോഡിഗ്രേഡബിൾ ചെയ്യുന്ന ഡിറ്റർജൻസ് ആയി മാറി, എൻവയറമെന്റലി ഫ്രണ്ട്ലി ആയി മാറി. 11th പ്രിൻസിപ്പിൾ, ഗ്രീൻ കെമിസ്ട്രിയുടെ 11th പ്രിൻസിപ്പിൾ പറയുന്നത് റിയൽ ടൈം അനാലിസിസ് ഫോർ പൊല്യൂഷൻ പ്രിവെൻഷൻ ആണ്. അതായത് ഒരു പ്രോസസ്സിന്റെ കണ്ടിന്യൂസ് മോണിറ്ററിങ് അത്യാവശ്യമാണ്. ആ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട്, ഒരു കെമിക്കൽ പ്രോഡക്റ്റിന്റെ സിന്തസിസ് ആയിക്കോട്ടെ, ഒരു പ്രോഡക്റ്റിന്റെ മാനുഫാക്ചർ ആയിക്കോട്ടെ, അത് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് അതിൽ എവിടെയൊക്കെയാണ് ഹാംഫുൾ കെമിക്കൽസ്, ഹാംഫുൾ ബൈ പ്രോഡക്ട്സ് ഉണ്ടാവുന്നത്, അവിടെയൊക്കെ നമുക്ക് അത് എലിമിനേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ amount കുറച്ചിട്ട് നമുക്ക് ആ ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്താൻ പറ്റും. സോ ഫുൾ ആ ഒരു പ്രോസസ്സിന്റെ റിയൽ ടൈം അനാലിസിസ് അത്യാവശ്യമാണ്. എവറി സ്റ്റെപ്പിൽ നമ്മൾ ആ പ്രോസസ്സിനെ മോണിറ്റർ ചെയ്യും വേണം, കൺട്രോൾ ചെയ്യും വേണം, ടു മിനിമൈസ് ആൻഡ് എലിമിനേറ്റ് ദ ഫോർമേഷൻ. Coming to the last principle, principle number 12, inherently safer chemistry for accident prevention. ഇത് സേഫ്റ്റി പ്രിൻസിപ്പിളും കൂടിയാണ് അറിയപ്പെടുന്നത്. എങ്ങനെ നമുക്ക് ഒരു പ്രോസസ്സിനെ മാക്സിമം സേഫ് ആയിട്ടുള്ള രീതിയിൽ ആക്സിഡൻസിനെ പ്രിവെന്റ് ചെയ്ത് അതിൽ അൺനെസസറി നമ്മൾ നേരത്തെ കണ്ട പോലെ കെമിക്കൽ ആക്സിഡൻസോ ഫയേഴ്സോ എക്സ്പ്ലോഷൻസ് ഒന്നും ഇല്ലാണ്ട് എങ്ങനെ നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് ഒരു പ്രോസസ്സിൽ ടോക്സിക് റിയേജൻസിനെ അവോയ്ഡ് ചെയ്തിട്ട് സേഫ് ആയിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിച്ച് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും എന്ന സേഫ്റ്റി പ്രിൻസിപ്പിളിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, സേഫ്റ്റിനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഈ അവസാനത്തെ പ്രിൻസിപ്പിൾ. അപ്പൊ ഇതിൽ ഏറ്റവും ആദ്യം ഈ ഒരു കോണിൽ കാണുന്ന പോലെ ഏറ്റവും ബെസ്റ്റ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ കോൺ നമുക്ക് ഈ സേഫ് ആയിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിക്കാൻ പറ്റണം. അതായത് അൺസേഫ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയാൽ ദ ബെസ്റ്റ്. ഇഫ് വി ക്യാൻ അവോയ്ഡ് എക്സ്പോഷർ ടു അൺസേഫ് കെമിക്കൽസ്. സോ അതാണ് ഏറ്റവും ടോപ്പ്, ആ ഹൈറാർക്കിയിൽ ഏറ്റവും ടോപ്പായിട്ട് വരുന്ന എലിമിനേഷൻ, അവോയ്ഡിങ് കെമിക്കൽസ് വിച്ച് ആർ നോട്ട് സേഫ്. അതിന്റെ താഴെ വരുന്നതാണ്, പിന്നീട് വരുന്നതാണ് നമുക്ക് നമ്മുടെ വർക്ക് പ്ലേസിൽ വരുന്ന ചില ഫിസിക്കൽ ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റും. നമ്മൾ നമ്മുടെ ആസ് എൻ എംപ്ലോയർ നമുക്ക് ഫോർ എക്സാമ്പിൾ ലാബ് ആയാൽ നമുക്ക് അവിടെ സേഫ്റ്റി ഷവേഴ്സ്, ഐ ഷവേഴ്സ് പോലത്തെയുള്ള സേഫ്റ്റി എക്വിപ്മെന്റ്സും അതുപോലെ വർക്കേഴ്സിന് അവരുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ്സും
അവരുടെ സേഫ്റ്റി ഗോഗിൾസ് അല്ലെങ്കിൽ ലാബ് കോട്ട്സ്, അവരുടെ കോട്ട്സ്, അവരുടെ ഗ്ലവ്സ് പോലത്തെയുള്ള സേഫ്റ്റി എക്വിപ്മെന്റ്, സേഫ്റ്റി വെയർ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, അതാണ് ഏറ്റവും. ബട്ട് ദ ബെസ്റ്റ്, ടോപ്പ് മോസ്റ്റ് ഇതിൽ വരുന്നത് നമുക്ക് ഈ ടോക്സിക് ആയിട്ടുള്ള സംഗതികൾ പ്രോസസ്സിൽ ആകമൊത്തം അവോയ്ഡ് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. അപ്പൊ ഈ 12 പ്രിൻസിപ്പിൾസ് നമ്മളെ സൂചിപ്പിക്കുന്നത് how to do chemistry, how to do design chemicals, how to design chemical processes in the best fashion, avoiding toxic chemicals in avoid ചെയ്തിട്ട്, അല്ലെങ്കിൽ മിനിമം വേസ്റ്റ് വരുന്ന രീതിയിൽ റിന്യൂവബിൾ ആയിട്ടുള്ള ഫീഡ് സ്റ്റോക്സും എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസസ്സസും സേഫ് ആയിട്ടുള്ള പ്രോസസ്സസും നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നതിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന പ്രിൻസിപ്പിൾസ് ആണ് ഈ 12 പ്രിൻസിപ്പിൾസും. ഈ 12th പ്രിൻസിപ്പിളിന്റെ ഒരു എക്സാമ്പിളും കൂടിയാണ് നമ്മുടെ സിന്തസിസ് ഓഫ് കാർബൺ. ഞാൻ നേരത്തെ പറഞ്ഞ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയിലുള്ള മീഥൈൽ ഐസോസൈനേറ്റ് എന്ന ഈ കെമിക്കൽ, ഈ ഇന്റർമീഡിയറ്റ് കെമിക്കൽ നമുക്ക് അവോയ്ഡ് ചെയ്ത് നമുക്കൊരു സിന്തസിസ് ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞ ഈ കാർബറിൽ എന്ന ഈ കോമ്പൗണ്ട് മീഥൈൽ അമീനും ഫോസ്ഗിൻ റിയാക്ട് ചെയ്ത് മീഥൈൽ ഐസോസൈനേറ്റ് ഉണ്ടാകുന്നു. ഈ മീഥൈൽ ഐസോസൈനേറ്റ് നാഫ്തോളായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് കാർബറിൽ ഫോം ചെയ്യുന്നത്. ഈ മീഥൈൽ ഐസോസൈനേറ്റ് എലിമിനേറ്റ് ചെയ്തിട്ട് ഇതേ ബാക്കി 3 റിയേജൻസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് സിന്തസിസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഈ നാഫ്തോളിനെ ഫോസ്ഗീനായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു ഫോർമേറ്റ് എസ്റ്റർ സിന്തസൈസ് ചെയ്യുന്നു. ഈ ഫോർമേറ്റ് എസ്റ്റർ മീഥൈൽ അമീനായിട്ട് റിയാക്ട് ചെയ്ത് 7 എന്ന ഈ കാർബറിൽ ഫോം ചെയ്യുന്നു. ഇവിടെ കംപ്ലീറ്റ്ലി നമ്മൾ ഈ മീഥൈൽ ഐസോസൈനേറ്റിനെ എലിമിനേറ്റ് ചെയ്ത് അവോയ്ഡ് ചെയ്തിട്ടാണ് ഈ കാർബറിൽ എന്ന പെസ്റ്റിസൈഡിന്റെ സിന്തസിസ് നടത്തുന്നത്. സോ ദിസ് ഈസ് വൺ എക്സാമ്പിൾ ഇൻ വിച്ച് യു ക്യാൻ design processes or synthesis where you can avoid toxic chemicals. So chemistry is a solution, നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്, is a solution to our problems, but it should not be നമ്മൾ ഒരു സൊല്യൂഷന് പ്രോബ്ലം കണ്ടുപിടിക്കുമ്പോൾ അത് മറ്റൊരു പ്രോബ്ലത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പൊ സോ നമ്മൾ ഒരു പ്രോബ്ലമിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ അത് ഇനിയും പ്രോബ്ലം സൃഷ്ടിക്കാണ്ടിരിക്കാൻ നോക്കണം. സോ വി ഷുഡ് ഡിസൈൻ പ്രോസസ്സസ് അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഓർത്ത് വെക്കണം. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. വി ഡോണ്ട് ഹാവ് ഇനഫ് റിസോഴ്സസ്. അത് പെട്രോളിയം റിസോഴ്സസ് ആയാലും നമ്മുടെ വാട്ടർ റിസോഴ്സസ് ആയാലും നമ്മുടെ ചുറ്റും കാണുന്ന റിസോഴ്സസ് വളരെ ലിമിറ്റഡ് ആണ്. അതിനെ നമ്മൾ പൊല്യൂട്ട് ചെയ്താൽ, അതിനെ നമ്മൾ പ്ലാസ്റ്റിക്സും ക്ലോറോഫ്ലൂറോ കാർബൺസും പെസ്റ്റിസൈഡ്സും DDT എൻഡോസൾഫാൻ ഇങ്ങനെ എൻവയറമെന്റിനെ പൊല്യൂട്ട് ചെയ്താൽ നമുക്ക് അത് തിരിച്ച് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. സോ വി ഹാവ് ടു നമ്മുടെ റിസോഴ്സസിനൊക്കെ നമ്മൾ ഇന്റലിജന്റ്ലി യൂസ് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നമ്മുടെ ചുറ്റുമുള്ള റിസോഴ്സസ് നമ്മൾ ഉത്തരവാദിത്തോടു കൂടി വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഈ ഒരു സ്ലൈഡിൽ നമ്മൾ കാണുന്നത് ഈവൻ നമ്മുടെ എലിമെന്റ്സ്, ചില സ്പീഷീസ് പോലത്തെ നമ്മുടെ ചില എലിമെന്റ്സും എൻഡേഞ്ചേർഡ് ആണ്. ഇവിടെ ചുമന്ന മഷിയിൽ കാണിച്ചിരിക്കുന്ന ഈ എലിമെന്റ്സ് ഹാഫ്നിയം, സിങ്ക്, ഗേലിയം, ജെർമേനിയം, ഹീലിയം പോലത്തെയുള്ള എലിമെന്റ്സിന് ഇനി ഒരു 100 വർഷം ആയുസൊക്കെയാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അപ്പൊ ഹീലിയം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഡിസപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ റിസോഴ്സസിനെ എലിമെന്റൽ റിസോഴ്സസ് ആയാലും എൻവയറമെന്റൽ റിസോഴ്സസ് ആയാലും ഇതിനൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഉപയോഗിക്കാൻ. ഇതിന്റെ അനാവശ്യമായിട്ട് ഇതിനെ ഓവർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ എൻഡേഞ്ചർ ചെയ്യാൻ പാടില്ല. സോ വി ഹാവ് ടു കീപ് ഇൻ മൈൻഡ് വി ഡു നോട്ട് ഇൻഹെറിറ്റ് ദ എർത്ത് ഫ്രം അവർ ancestors. വി ബോറോ ഇറ്റ് ഫ്രം അവർ ചിൽഡ്രൻ. ഈ ഭൂമി, ഈ നമ്മളുടെ ചുറ്റും കാണുന്ന ഈ ലോകം, നമ്മളുടെ ഈ നേച്ചർ, വി ഹാവ് ഇൻഹെറിറ്റഡ് ഇറ്റ്, വി ഹാവ് നോട്ട് ഇൻഹെറിറ്റഡ് ഇറ്റ്, വി ഹാവ് ബോറോഡ് ഇറ്റ് ഫ്രം അവർ ചിൽഡ്രൻ. ഇത് അടുത്ത തലമുറയ്ക്ക് അതുപോലെ തന്നെ തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടി മെച്ചമായ രീതിയിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയാൽ അത് ഏറ്റവും നല്ല കാര്യമായിരിക്കും. സോ ഇത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ
ആസ് എ സിറ്റിസൺ നമ്മുടെ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് നമ്മളുടെ പ്രിസർവ് ചെയ്യാൻ, നമ്മുടെ റിച്ച് ഹെറിറ്റേജ്, ടു വാല്യൂ ആൻഡ് പ്രിസർവ് ദ റിച്ച് ഹെറിറ്റേജ് ഓഫ് എ കോമ്പോസിറ്റ് കൾച്ചർ, to protect and improve the natural environment, including forests, lakes, rivers, and wildlife, and to have compassion for living creatures, to develop the scientific temper, humanism, and the spirit of inquiry and reform. ഈ വാക്കുകളോടുകൂടി ഞാൻ ഗ്രീൻ കെമിസ്ട്രി എന്ന ഈ ടോക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത്രയും നേരം എന്നെ പേഷ്യൻ്റ്ലി കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്.